പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ക്യൂസ് മത്സരത്തിലെ വിജയികളെ ഡൽഹിയിൽ ആദരിച്ചു. കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടാകണം രാജ്യത്തെ ശക്തിപ്പെടുത്തേണ്ടതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഖ്യാതിഥിയായ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു. മുൻ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയവർ പങ്കെടുത്തു. നെഹ്റു യുവകേന്ദ്രയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായി കേരളത്തിൽ നടത്തുന്ന മൻ കി ബാത്ത് ക്വിസ് മത്സരത്തിന്റെ 4ാം സീസണിലെ വിജയികളെയാണ് ഡൽഹിയിൽ ആദരിച്ചത്. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിൽ തീൻമൂർത്തി മാർഗിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകി. വിദ്യാർത്ഥികൾ വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് സാക്ഷാത്കരിക്കാൻ പ്രയത്നിക്കണമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടാകണം രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തേണ്ടതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. So those who look at Mann Ki Baat only from the political prism or from the prism of narrative, I think that is a very small way of looking at a larger picture. The Prime Minister tried to convey that this is how communities thrived in our country, not always hovering around mediums and modes of communication and enjoyment, but at times just being at peace with oneself and engaging with what nature had to offer. മൻ കി ബാത്ത് പരിപാടി കേവലം പ്രധാനമന്ത്രിയുടെ പ്രഭാഷണമല്ലെന്നും രാജ്യത്തെ മാതൃകാപരമായ പ്രവർത്തനങ്ങളും സംഭവ വികാസങ്ങളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവസരം കൂടിയാണെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ മൻ കി ബാത്ത് പരിപാടി അത് കേവലം ഒരു പ്രസംഗം എന്നുള്ളതിനപ്പുറത്ത്, ഒരു പ്രഭാഷണം എന്നുള്ളതിനപ്പുറത്ത് രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, വിവിധ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാൻ കഴിയുന്ന ഒരു അവസരമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ ഈ ഒരു അവസരം, ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഒക്കെ കിട്ടുന്ന ഈ അവസരം അവർക്ക് നൽകുന്ന ആത്മവിശ്വാസവും അവർക്ക് നൽകുന്ന ഈ വിജയികളായിട്ടുള്ള കുട്ടികൾക്ക് നൽകുന്ന പ്രതീക്ഷകളും അത് തീർച്ചയായിട്ടും അവരുടെ ഭാവി ജീവിതത്തിൽ ഏറെ പ്രയോജനപ്രദമാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഉറച്ച ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഏതു സ്വപ്നവും ഉയരവും കീഴടക്കാനാകുമെന്ന് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം വ്യക്തമാക്കി. So take this dream with you and say, yes, one day I am going to change the country, not somebody else, not my teacher, not my politician. I will change the country. Go back with that determination and this trip will be extremely meaningful. സംഘാടക സമിതി ചെയർമാൻ ബാബു പണിക്കർ, അനൂപ് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ക്വിസ് മത്സരത്തിലെ വിജയികളായ 34 വിദ്യാർത്ഥികൾ ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അതിഥികളായി പങ്കെടുത്തിരുന്നു. ഉപരാഷ്ട്രപതി, മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, സ്പീക്കർ ഓം ബിർള തുടങ്ങിയവരുമായും വിദ്യാർത്ഥികൾ കൂടിക്കാഴ്ച നടത്തും. ജനം, ഡൽഹി.